ഞങ്ങൾ ഗൾഫിൽ പോയതിനു ശേഷം അപ്പൊക്കെ അങ്ങനെ ജോലിയൊന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞിട്ട് വേറെ നാട്ടിലോട്ട് വന്നു. ആ ഒരു മാസം ഞാൻ എങ്ങനെ അവിടെ നിന്ന് എനിക്ക് പോലും അറിയില്ല. അവിടെ എല്ലാവരും കൂടി എന്നെ കുറെ ബ്രെയിൻ വാഷ് ചെയ്യിപ്പിച്ചത്. അല്ല പിന്നെ അങ്ങനെ ഇപ്പോ ഞാൻ പറഞ്ഞില്ലേ, അപ്പൊ ഇടയ്ക്കിടയ്ക്ക് നിന്റെ കാര്യം ചോദിക്കാറുണ്ടായിരുന്നു. നീയായിട്ട് ഇപ്പൊ കോണ്ടാക്ട് ഉണ്ടോ, നിന്റെ അടുത്ത് എനിക്കിപ്പോഴും ഫീലിങ്സ് ഉണ്ടോന്നോ. അപ്പൊ ഞാൻ ഇല്ലാന്ന് കള്ളം പറഞ്ഞു. പിന്നെ അപ്പൊ എനിക്കൊരു ഫോൺ മേടിച്ചു. ഞാൻ കുറെ വിളിച്ചതാ, കുറെ വിളിച്ചു, പക്ഷെ കിട്ടിയില്ല. നിന്റെ ഇൻസ്റ്റ അക്കൗണ്ടും FB അക്കൗണ്ടൊന്നും ഞാൻ കണ്ടേയില്ല. നിന്റെ ഫ്രണ്ട്സിനോട് ഞാൻ കുറെ ചോദിച്ചതാ, അപ്പൊ അവരൊക്കെ നിന്നെക്കുറിച്ച് ഒരു വിവരമില്ലെന്ന് പറഞ്ഞു. നിനക്കറിയാലോ, ടെസ്റ്റ് കഴിഞ്ഞതും അപ്പൊക്കെ ഞാൻ പുറത്ത് പോയി പഠിപ്പിക്കണം എന്നായിരുന്നു. പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ അപ്പോട് പറഞ്ഞു, എനിക്ക് പെട്ടെന്ന് ജോലി കിട്ടുന്ന വല്ല കോഴ്സും ചെയ്യണം. എൻ്റെ മൈൻഡിൽ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് പെട്ടെന്ന് ഒരു ജോലി കിട്ടി നമ്മുടെ കാര്യം എങ്ങനെയെങ്കിലും വീട്ടിൽ സെറ്റാക്കണം, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ വീഡിയോസ് അക്കാദമി കൊണ്ട് ചേർത്ത്. അവിടെ പഠിച്ച പെട്ടെന്ന് ജോലി കിട്ടി സെറ്റിൽ ആവാന്ന് പറഞ്ഞു. ചിലപ്പോൾ അവിടുത്തെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ആയിരിക്കും നിന്നെ കാണിച്ചിട്ടുണ്ടാവുക. അത് കണ്ടപ്പോൾ നിനക്ക് എന്നെ വിളിക്കാൻ തോന്നിയില്ല? എടി അങ്ങനെയല്ല. എടി ഞാൻ നോക്കുമ്പോൾ എന്താ നീ ഭയങ്കര ഹാപ്പി, പിന്നെ നമ്മൾ റിലേഷൻ ആയ ടൈമിൽ പോലും നീ വലിയ എഫേർട്ട് എടുക്കുന്നതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഞാൻ നിന്റെ അപ്പൻ ഇപ്പൊ സമ്മതിക്കുന്നു, പുള്ളിയുടെ സ്വഭാവം വെച്ച് പുള്ളി സമ്മതിക്കുന്നു ഞാൻ ജന്മത്തിൽ വിചാരിച്ചില്ല. അതിനെപ്പോ സംഭവിച്ചെന്നറിയില്ല. പിന്നെ പിന്നെ എങ്ങനെ